നോവും അൻപും ചേരുന്ന ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കുവാനുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നാം ചിന്തിക്കുക യേശുനാമം രക്ഷാകരനാമം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവരെ കുരിശിൽ തറയ്ക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതമോ അടയാളമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ചരിത്രം എത്രയോ ധീരന്മാർക്ക് കുരിശ് സമ്മാനിച്ചിരിക്കുന്നു. റോമൻ ചക്രവർത്തിമാരുടെ സുവർണ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ അടിമകളുടെ ജീവന് വേണ്ടി പോരാടിയ സ്പാർട്ടക്കസ് എന്ന ധീര മനുഷ്യനെ 6000 പേരോടുകൂടി കുരിശിൽ തറച്ചത്. എന്നാൽ മാനവരക്ഷയ്ക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തു കേവലം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൻ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനാണ്. അവന്റെ വാക്കുകളും പ്രവൃത്തിയും ജീവനും മരണവും ഉത്ഥാനവും അവനെ തന്നെ സ്ഥിരീകരിക്കുന്നവയാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക അത്ര നിസ്സാരമല്ല. എന്നാൽ യേശുനാഥന്റെ വാക്കുകളും പ്രവൃത്തികളും സമസജ്ജമായി സമ്മേളിച്ചിരുന്നു. അതിനാലാണ് തങ്ങളിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ആഗ്രഹിക്കുന്നവർ തന്നെ തന്നെ ചെറുതാക്കി മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകട്ടെ എന്നരുൾ ചെയ്ത യേശുനാഥനെ പെസഹ നാളിൽ തന്റെ ശിഷ്യന്മാരുടെ പാദാന്തികത്തിലിരുന്ന് അവരുടെ കാലുകൾക്കിടയിൽ ചുംബിക്കുന്ന ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏകരക്ഷ ക്രിസ്തുവിന്റെ നാമമാണ്. പേരിനും പ്രശസ്തിക്കും വേണ്ടി പരക്കം പായുകയാണ് ഈ ലോകം. ഇന്നത്തെ ഈ ലോകത്തിന്റെ ഈ മായാജാലമാകുന്ന ഓട്ടപ്പന്തയത്തിൽ മനുഷ്യൻ തന്റെ മനുഷ്യത്വം പോലും വെടിയുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ താലോലിക്കാൻ തോന്നാത്തവരായി നമ്മളിൽ ആരുണ്ട്? നാം ഓർക്കേണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ അവിടുന്ന് സൃഷ്ടിച്ച ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമാണ് നാം എല്ലാവരും. നമ്മെ താലോലിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ പാപകരമായ ജീവിതശൈലി മൂലം നമ്മൾ അവരുടെ സ്നേഹത്തിൽ നിന്നും ആ നിഷ്കളങ്കതയിൽ നിന്നും ഏറെ അകന്നിരിക്കുന്നു. ഈ നോമ്പ് നാൾ നമ്മെ ഓർമ്മിപ്പിക്കുക ആ നിഷ്കളങ്കതയിലേക്കും ആ സ്നേഹത്തിലേക്കും ഒന്ന് തിരിച്ചു പോകാനാണ്. അതിനാൽ ഈശോ നമ്മളോട് പറയുന്നു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ ഒരു ഘട്ടത്തിൽ നാം കാണുന്നു, ശിഷ്യന്മാർ വലിയ കാര്യത്തിൽ ഈശോയോടൊന്ന് പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ തടഞ്ഞുവെന്ന്. എന്നാൽ അതിന് ഈശോ കൊടുക്കുന്ന മറുപടി, നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്നാണ്. തുടർന്ന് ഈശോ പറയുന്നു, അവന്റെ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം ജലം തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല എന്ന്. യേശുവിന്റെ നാമമാണ് രക്ഷാകരനാമം. ഈ നോമ്പുകാലത്ത് നാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അനുകരിക്കുന്നതുമെല്ലാം അവനെയും അവന്റെ നാമത്തെയും പ്രതിയാകട്ടെ. ഈ നോമ്പുകാലത്ത് നാം സഞ്ചരിക്കുന്നത് അവന്റെ പീഠകൾ നിറഞ്ഞ സ്ലീവാപാതയിലൂടെ ആകട്ടെ. നമ്മുടെ ത്യാഗങ്ങളും ഉപേക്ഷകളും മാറ്റിവെക്കലുകളെല്ലാം അവനെ പ്രതിയാകട്ടെ. ഈ നോമ്പുകാലത്ത് അനുതാപത്തിന്റെ വെളിച്ചം ശിരസിലേന്തി നമ്മെയും നമുക്ക് ചുറ്റുമുള്ളവരെയും ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏവരെയും ക്രൂശിതനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.